ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോമ്പിനേഷൻസ്. അപ്പോൾ കോമ്പിനേഷൻ എന്താണെന്നുള്ളത് ആദ്യമേ നോക്കാം. കോമ്പിനേഷൻ ഈസ് എ സെലക്ഷൻ ഓഫ് ഐറ്റംസ് വേർ ദ ഓർഡർ ഡസ് നോട്ട് മാറ്റർ. ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഐറ്റംസ് മാത്രം നമ്മൾ എങ്ങനെയാണ് സെലക്ഷൻ നടത്തേണ്ടത്, അപ്പോൾ എത്ര രീതിയിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു തിയറിയാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു സെലക്ഷന് ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കില്ല. അതായത് അതിൻ്റെ ഓർഡറിന് അവിടെ ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാവില്ല. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് സെലക്ഷൻ നടത്താം. അങ്ങനെ എത്ര രീതിയിൽ സെലക്ഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് കോമ്പിനേഷനിൽ കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ refers to the number of ways you can select items from a group without considering the order. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഓഫ് ഐറ്റത്തിൽ നിന്നും കുറച്ച് ഐറ്റംസ് മാത്രം എത്ര രീതിയിൽ നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റും, ആ നമ്പർ ഓഫ് വേസ് ആണ് നമ്മൾ ഇതിൽ കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോമ്പിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. NCR, അതായത് n കോമ്പിനേഷൻ ഓഫ് r ഐറ്റംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അപ്പോൾ n എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം ആണ്. ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ സെലക്ഷൻ നടത്തുക. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ട്, അതാണ് n എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി r എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് ടു ചൂസ്, അതായത് അറ്റ് എ ടൈമിൽ നമ്മൾ എത്ര ഐറ്റംസ് ആണ് അവിടെ സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ചൂസ് ചെയ്യുന്ന ആ ഗ്രൂപ്പിൽ നിന്നും എത്ര ഐറ്റംസ് ആണോ ചൂസ് ചെയ്യുന്നത്, അതാണ് ഇവിടെ r എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഫ്രം 5 സ്റ്റുഡൻസ് A, B, C, D ആൻഡ് E, ഹൗ മെനി വേസ് ക്യാൻ യു ചൂസ് 3? അതായത് ABCD E എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നെയിം കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ 5 സ്റ്റുഡൻസ് ഉണ്ട്. ആ 5 സ്റ്റുഡൻസിൽ നിന്നും 3 സ്റ്റുഡൻസിനെ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, എത്ര രീതിയിൽ, ഹൗ മെനി വേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര രീതിയിൽ നമുക്ക് 3 പേരെ സെലക്ഷൻ നടത്താൻ പറ്റും എന്നതാണ്, സെലക്ട് ചെയ്യാൻ പറ്റും എന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫോർമുല അറിയാം. ആദ്യമേ ഫോർമുല എന്ന് എഴുതുക. NCR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആണല്ലോ. ഇവിടെ 5 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. സോ n ഈക്വൽ ടു 5. ഇനി r എന്ന് പറയുന്നത് ടോട്ടൽ ഐറ്റത്തിൽ നിന്നും എത്ര നമ്പർ ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 3 പേരല്ലേ ചൂസ് ചെയ്യേണ്ടത്. സോ r ഈക്വൽ ടു 3 എന്ന് എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഫോർമുലയിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 5C3 ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ആണ് ചെയ്യേണ്ടത്. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 തുടങ്ങി ബാക്കിലേക്ക് 5, 4, 3, 2 അങ്ങനെ ബാക്കിലേക്ക് 1 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 5 × 4 × 3 × 2 × 1 ചെയ്യുക, ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ആദ്യമേ ചെയ്യുക. 5ൽ നിന്ന് 3 പോയാൽ നമുക്ക് ബാക്കി 2 ആണ് കിട്ടുന്നത്. അപ്പോൾ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 2 × 1. ഇനി അതേപോലെ ഇൻറ്റു 3 ഫാക്ടോറിയലും കൂടി ചെയ്യണം അല്ലേ. അപ്പോൾ 3 × 2 × 1. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 3, 2, 1 എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആയി വന്നാൽ 3/3 എന്നൊക്കെ പറയുമ്പോൾ 1 ആവും. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അതങ്ങനെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നത് 5 × 4 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പോൾ 5 × 4 20 കിട്ടും. അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ നമുക്ക് 20/2 10 എന്നുള്ള ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ 10 രീതിയിൽ നമുക്ക് ഈ ഒരു 5 സ്റ്റുഡൻസിൽ നിന്നും 3 പേരെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത്